കോക്കണ്ണന് അതാണ്ട വെല്ലുവിളിക്കുക. വാ, നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. നിന്റെ ആശയങ്ങൾ നീ പറ, എന്റെ ആശയങ്ങൾ ഞാൻ പറയാം. അല്ല, ആദ്യത്തെ ദിവസം നിങ്ങൾ പടം കാണാം. അയ്യോ അഖിൽമാരാർക്ക് കഴിവില്ലേ എന്ന് കിടന്ന് എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ നിന്റെ ഇദ്ദേഹം ഒരു സിനിമയെടുത്ത് അത് 8 നിലയിൽ കുഴിബോംബായിട്ട് പൊട്ടി. താങ്ക് യു. പൊട്ടി നാറിയൊരു സിനിമ, പ്രൊഡ്യൂസർക്ക് വൻ നഷ്ടമുണ്ടാക്കിയൊരു സിനിമ, ആരും കാണാത്തൊരു സിനിമ, തിയേറ്ററിൽ ഓടാത്തൊരു സിനിമ. അതാണല്ല സത്യം. ഫസ്റ്റ് ഹാഫ് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു കഴിവുമില്ലാത്തൊരു സംവിധായകൻ ആണെന്ന് ഞാൻ പറഞ്ഞതിൽ കുരു പൊട്ടിയിട്ട്. അല്ല, നിങ്ങളുടെ അളിയന് യാതൊരു കഴിവുമില്ല എന്ന് വല്ലതും പറഞ്ഞോ? ഫസ്റ്റ് ഹാഫ് ഓക്കെ അല്ലേ സർ? ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു തവണ പ്രതികരിച്ചിട്ടുള്ളത് ഒരു വീഡിയോയിൽ. അതിനുശേഷം നിരന്തരം ഇദ്ദേഹം എനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയിട്ട് കൊച്ചുണ്ടാവാതെ പെങ്ങൾ അവിടെ വീട്ടിൽ വന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞു, ആളിയാ ഗർഭം ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ലേ എന്ന് നിന്റെ പെങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. ഇദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കഴിവെന്ന് പറയുന്നത് ഗർഭമുണ്ടാക്കലാണ്. സ്ത്രീയെ ഒരു സെക്ഷൽ ബിംബമായിട്ട് കാണുന്ന, ഗർഭമുണ്ടാക്കുന്നത് ലിംഗം പൊക്കുന്നതുമാണ് കഴിവെന്ന് കരുതുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗ്ഗാണ് അഖിൽമാരാർ. അത് മാത്രമല്ല, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയുടെ എല്ലാ സോഷ്യൽ അൺകോൺഷ്യസും പേറുന്ന ഒരു അമ്മാവൻ ആണ് അഖിൽമാരാർ. 1, 2, 3 വിഷയങ്ങൾ. ആദ്യം കോട്ടാത്തല അഖിൽ മാരാർ. നീ മാങ്ങ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ഇനി ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. അത് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു സീനുണ്ട്. ഇനി ബിബിൻ ജോർജിന്റെ കേസ്, വെടിക്കെട്ട് കേസ്. വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്ത റിവ്യൂ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. വേറെ കോമഡി എന്ന് വെച്ചാൽ പുള്ളി തുടക്കത്തിൽ തന്നെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഈ നോ സ്മോക്കിംഗ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മച്ചീനെ കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അവൻ തുടക്കത്തിൽ തന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഫ്രഷായിട്ട് ചെയ്യാൻ നോക്കിയത് എന്ത്, ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാച്യൂട്ടറി വാണിംഗ് ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഏതോ ഒരു അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പറഞ്ഞ എന്താണ്, പ്രായമായ ഒരു സ്ത്രീ. എന്താണ് ഇത്ര വേവലാതി? നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഏതോ ഒരു അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ഏതോ അമ്മച്ചല്ല, അത് എന്റെ സ്വന്തം അമ്മച്ചിയാണ്. ബിബിൻ ജോർജിന്റെ അമ്മയാണെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ ബിബിൻ ജോർജ് നിങ്ങളുടെ അമ്മയാണെന്ന് എനിക്കറിയില്ല. ഒരു പ്രായമായ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ച് അത് ഫ്രഷ് കോണ്ടന്റ് ആക്കാൻ നോക്കി. പക്ഷെ അതെനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങളുടെ അമ്മയാണതെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കണം, ഇത് എൻ്റെ അമ്മയാണ്, താഴെ നിന്ന് എൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കണം, ഇതൊരു സ്റ്റാച്യൂട്ടറി വാണിംഗ് പറയാം, നിങ്ങൾ അമ്മയാണ്. അല്ല ഞാനെങ്ങനെ അറിയും, നാട്ടുകാരെങ്ങനെ അറിയും? അത് കഴിഞ്ഞിട്ട് ഇരവാദം മുഴക്കിയിട്ട് എൻ്റെ അമ്മയെ പറഞ്ഞ് കറണ്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ പിന്നെ കറുത്ത സ്ക്രീൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെടിക്കത്തിനകത്ത് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരും. കറുത്ത സ്ക്രീൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിനിമ വിജയിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇവിടെയുള്ള ഓരോ സാധാരണക്കാരന്റെ കൂടി ആവശ്യമാണ്. ചുമ്മാ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ഗുഡ് ഫോർ നത്തിങ് ഫിലിം എടുത്ത് വെച്ച് അതിൽ നായകനായിട്ട് അഭിനയിച്ച് ആ സിനിമ മൊത്തം കൊളാക്കി വെച്ചിട്ട് പിന്നെ അത് ആ സിനിമ പോയി ഒന്ന് സ്വസ്ഥമായി എടുത്ത് കണ്ടു നോക്ക്. അപ്പൊ മനസ്സിലാവും വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമാണ് അതിലെ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അല്ല സഹോ, നീ അല്ല, ഏതായാലും വെടിക്കെട്ടിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കേസ് കൊടുക്കുന്നു, എൻ്റെ ജോലി കളയാൻ നോക്കുന്നു. ആ കേസ് കൊടുത്ത് എന്ത് കോമഡി പീസുകളാണ് നിങ്ങൾ കൊടുത്ത കേസിനകത്ത് പറഞ്ഞ. പിന്നെ ഞാൻ യൂട്യൂബിൽ ചന്ത സംസ്കാരം പടർത്തുന്നു. വാട്ട് ഈസ് ചന്ത സംസ്കാരം? ഈ ചന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറൻസ് അറിയില്ല. ഹേ, അപ്പൊ ആർക്കൊക്കെ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഈ കോക്ക് സാറിന്റെ അടുത്തോട്ട് പോയാൽ മതി. കോക്ക് സാർ അപ്പോഴേ ഇതെടുത്ത് വെച്ച് അളന്നങ്ങ് കൊടുക്കും. എനിക്ക് പരാതി എനിക്ക് കൊടുത്ത ബാദുഷയാണെങ്കിൽ ആരെ കഴിഞ്ഞാലും ചന്ത സംസ്കാരം പടർത്തുന്നു. എവിടെ
സിനിമയ്ക്കെതിരെ സമൂഹത്തിനകത്ത് അധ്യാപകനായിരിക്കും ഞാൻ, ചന്ത സംസ്കാരം പടർത്തുന്നു. അപ്പോൾ ചന്തയിലുള്ള ആൾക്കാരൊക്കെ സംസ്കാരമില്ലാത്ത ആളുകളാണോ? അതാണ് നിങ്ങളുടെ സോഷ്യൽ അൺകോൺഷ്യസ്. മനസ്സിലായോ? പിന്നെ കോക്ക് സാറിന് ഞാൻ ഈ മറുപടി കൊടുത്തത് വരണമെന്നല്ല, കോക്ക് ഒരു സാറായതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ ബോധം. എനിക്ക് അയച്ച ഒരു വക്കീൽ നോട്ടീസിനകത്ത് പോലും ചന്ത സംസ്കാരം എഴുതി വെച്ച ആളുകളാണ് ബിബിൻ ജോർജ് ആയാലും ബാദുഷയിൽ അറിയി കഴിഞ്ഞാലും. ഇനി ലാസ്റ്റ് അഖിൽമാരാർ പറഞ്ഞുകൊണ്ട് മാത്രം പറയാം, ലാസ്റ്റ് ഞാൻ ചെയ്ത ക്രിസ്റ്റഫർ റിവ്യൂവിനകത്ത് ഞാൻ ഉക്രി എന്ന് വിളിച്ചില്ല. ലാലേട്ടൻ ഫാൻസിന് ക്രിസ്റ്റഫർ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ആ സിനിമയെ അങ്ങ് എന്താ ഊക്കി പൊളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഞാൻ പേടിച്ചു. പിന്നെ ആകെ ഒരു ഭയപ്പാട് കൊക്കിന് ഒന്നുമില്ല. ആ സിനിമ അത്രയ്ക്ക് മോശമല്ല, അതുകൊണ്ട് മാത്രം. അറാട്ട് പോലെയോ മോൺസ്റ്റർ പോലെയോ എലോൺ പോലെയോ അത്രയും മരങ്ങൾക്ക് വൃത്തികെട്ട പടമാണെങ്കിൽ എടുത്ത് അങ്ങനെ തന്നെ പറയായിരുന്നു. ഇത് എനിക്ക് കണ്ട സമയത്ത് അത്രയും മോശമായിട്ട് തോന്നിയില്ല. ഒരു മീഡിയോക്കർ ഫിലിം. പിന്നെ മമ്മൂക്കയുടെ അഭിനയവും എനിക്ക് മോശമായി തോന്നിയില്ല. അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല, കാരണം അദ്ദേഹം അത്രയും നല്ല രീതിക്ക് തന്നെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ബിയുടെ ഡയറക്ഷൻ നന്നായിരുന്നു. ആകെ എനിക്ക് പറയേണ്ടായിരുന്നത് ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് മാത്രമേ വൃത്തിക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞൊരു വാക്ക് ഈ പറഞ്ഞ എൻ്റെ പുറകെ നടക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞ ഈ വെടിക്കെട്ട് ടീം ബിബിൻ ബാദുഷ് ഉൾപ്പെടെ ആളുകൾ എൻ്റെ ജോലി വരെ നടക്കുന്നുണ്ടെങ്കിൽ ജോലി പോയാൽ അതങ്ങ് വോട്ടേന്ന് വെക്കും. ഞാൻ ഇത്രയും മാന്യമായിട്ടും എൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇത്രയും മാന്യമായിട്ട് അത് ഞാൻ സെറ്റ് ചെയ്ത മാന്യത കീപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ജോലിയുള്ളത് കൊണ്ടും അതിനുള്ള കൺസ്ട്രെയിൻസ് കൊണ്ടും റെഗുലേഷൻസ് കൊണ്ടാണ്. ഇനി ഞാൻ പറഞ്ഞു ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു വലിയൊരു മാസ് സിനിമയുടെ കിട്ടുന്ന ക്ലാപ്സ് ഒന്നും അധികമില്ല. ഞാൻ പറഞ്ഞു അത് നിങ്ങളങ്ങ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഞാൻ എങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നൈസ്. ഇല്ലല്ലോ സാർ, ഓക്കെ ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല, സെക്കൻഡ് ഹാഫ് ഇരിക്കില്ല സാർ, അത് ഏൻ ടെറിട്ടറി. മനസ്സിലായോ? ആ ദാണ്ട് പോണ് സിനിമ ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു.